ഇന്ന് നിങ്ങൾ ഈ വീഡിയോ കേൾക്കാൻ പോകുന്ന പല കാര്യങ്ങളും നിങ്ങളെ നല്ല രീതിക്ക് ട്രാമറ്റൈസ് ചെയ്തേക്കാം. സോ ഞാൻ ഓൾറെഡി വാർണിംഗ് ചെയ്യുന്നുണ്ട്. ഞാൻ അധികം വളച്ചുകൂട്ടലില്ലാതെ കഥ എന്തോ പറയാം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നോ ലോങ്ങർ ഹ്യൂമൻ എന്ന് പറഞ്ഞ ഒരു മാങ്കയെ കുറിച്ചാണ്. ഇതിന്റെ ഓതർ ഈ സ്റ്റോറി പബ്ലിഷ് ചെയ്തിട്ട് 1 മാസം കഴിഞ്ഞപ്പോൾ ആക്ട് ചെയ്തു. ആൻഡ് ഈ സ്റ്റോറിയെ കൂടുതൽ ട്രാമറ്റൈസിങ് ആക്കുന്നത് ഈ സ്റ്റോറിയും ഓതറിന്റെ ലൈഫും തമ്മിൽ കുറെ സിമിലാരിറ്റീസ് ഉണ്ട്. ഇതിന്റെ ഓതറായ ഒസാമു ദാസായി 1948 ഇറക്കിയ ഒരു നോവലായിരുന്നു നോ ലോങ്ങർ ഹ്യൂമൻ. ആൻഡ് ഈ നോവലിനെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള 2 മാങ്ക ഇറക്കിയിട്ടുണ്ട്. ഒന്ന് ഉസോമാറു ഫെറോയോ ഇറക്കിയിട്ടുള്ള നോ ലോങ്ങർ ഹ്യൂമൻ എന്ന് പറഞ്ഞ മാങ്കയെ, 2 ജുൻജിത്തോ ഇറക്കിയിട്ടുള്ള നോ ലോങ്ങർ ഹ്യൂമൻ എന്ന് പറഞ്ഞ മാങ്കയും. ആൻഡ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഒസാമാറു ഫെറോയോ എഴുതിയിരിക്കുന്ന നോ ലോങ്ങർ ഹ്യൂമനെ കുറിച്ചാണ്. സോ ഗ്രാബ് യുവർ സ്നാക്സ് ആൻഡ് ദിസ് വീഡിയോ ഈസ് ഗോയിങ് ടു ബി വെരി ഇൻട്രസ്റ്റിംഗ്. കഥയുടെ തുടക്കത്തിൽ ഉസോമാറു ഫെറോയോ എന്ന് പറഞ്ഞൊരു മാങ്ക റൈറ്ററിന് അവൻ്റെ ഒരു ഫാന് ഒരു ഡയറി ഇമെയിൽ അയക്കുന്നുണ്ട്. അയാൾ ആ ഡയറി വായിക്കുന്നുണ്ട്. ആ ഡയറി യോസോബ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ആയിരുന്നു. ആദ്യം നമ്മൾ യോസോയെ കാണുമ്പോൾ വിചാരിക്കുന്നത് യോസോ ഒരു നല്ലൊരു വ്യക്തിയാണ്, അവൻ ബാക്കിയുള്ളവരെ സന്തോഷിപ്പിക്കാൻ നോക്കുന്ന ഒരു വ്യക്തിയാണെന്ന്. ബട്ട് ഈ മാങ്ക അത്രയ്ക്ക് സിമ്പിളല്ല. യോസോയുടെ സ്വഭാവം അവൻ കാണിക്കുന്ന പോലെ അല്ലായിരുന്നു. ചെറുപ്പം മുതലേ അവൻ്റെ ലൈഫിൽ കുറേ ഇമോഷണൽ അബ്യൂസും കുറേ പ്രശ്നങ്ങളും സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് ഈ ഇൻസിഡൻസ് എല്ലാം ഈ മാങ്കയെ കുറേ ഡിസ്റ്റർബിങ് ആക്കുന്നുണ്ട്. ഡയറിയുടെ തുടക്കത്തിൽ തന്നെ യോസോ അവനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ 17 വർഷം ആൾക്കാർ മുമ്പിൽ നല്ലവനായിട്ട് അഭിനയിച്ച് അവന് മടുത്തു. പക്ഷെ ഒരു ദിവസം യോസോ അവൻ്റെ ക്ലാസ്മേറ്റ് ആയ മസാഹറുവിനെ കണ്ടു. മസാഹറു എല്ലായിടത്തും ഹാപ്പി ആയിട്ട് തന്നെ. സോ യോസോ വിചാരിച്ചു അവനും യോസോയുടെ കൂടത്ത് ഒരു പ്രിട്ടൻഡറാണ്. പക്ഷെ അങ്ങനെ അല്ലായിരുന്നു. മസാഹറു ശരിക്കും എല്ലായിടത്തും ഹാപ്പി ആയിട്ടായിരുന്നു ഇരുന്നത്. അങ്ങനെ ഇവർ രണ്ടുപേരും പതിയെ നല്ല ഫ്രണ്ട്സായി. ആൻഡ് ഒരു ദിവസം ഇവർ രണ്ടുപേരോട് ഒരുമിച്ച് ഒരു പ്ലഷ് ഹൗസിൽ പോയി. ആൻഡ് അവരവിടെ വെച്ച് 2 പ്രോസ്റ്റിറ്റ്യൂട്ടിനെ ഹയർ ചെയ്യും. പക്ഷേ ഈ കാര്യം യോസോയ്ക്ക് ഒരു അഡിക്ഷൻ ആയിട്ട് മാറും. സോ അത് കാരണം അവർ രണ്ടുപേരും വീണ്ടും അവിടെ പോകാൻ തുടങ്ങി. ആൻഡ് അങ്ങനെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് കൂടി. യോസോയ്ക്ക് ഹറൂക്കിയുടെ ഫ്രണ്ടിൽ ഒരിക്കലും ഫേക്ക് ആയിട്ട് അഭിനയിക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ബിക്കോസ് ഹറൂക്കി യോസോയെ ഒരിക്കലും ജഡ്ജ് ചെയ്യത്തില്ലായിരുന്നു. അടുത്ത സീനി യോസോ ഹറൂക്കി കൂടെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും കുറെ ലേബേഴ്സ് ഒരു കമ്പനിക്കെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. ആ കമ്പനി വേറെ ആരുടെ അല്ലായിരുന്നു, യോസോയുടെ അച്ഛന്റെ കമ്പനിയായിരുന്നു. ഇത് കണ്ടിട്ട് സമരം ചെയ്യുന്ന ആൾക്കാരെ ഓടിച്ചു വിടുന്നതിന് പകരം യോസോയും ആ സമരത്തിൽ ജോയിൻ ചെയ്യും. യോസോ ഇങ്ങനെ ചെയ്യുന്നതിന്റെ കാരണം അവന്റെ അച്ഛനെ തീരെ ഇഷ്ടമല്ലാത്തതുകൊണ്ടായിരുന്നു. യോസോയുടെ അച്ഛൻ അവന്റെ ചെറുപ്പം മുതലേ ആൾക്കാരുടെ ഫ്രണ്ടിൽ ഒരു ഫേക്ക് പേഴ്സണാലിറ്റി ഉണ്ടാക്കാൻ അവനെ ഫോഴ്സ് ചെയ്യും. സോ യോസോ ഇങ്ങനെയൊക്കെ ആവാൻ മെയിൻ കാരണം അവന്റെ അച്ഛൻ തന്നെ ആയിരുന്നു. ആൻഡ് ഈ കമ്പനി തകരുമ്പോൾ അവർ അച്ഛന്റെ ഫേസ് എങ്ങനെ ഇരിക്കുന്നു യോസോ ഒന്ന് ആലോചിക്കും. ബട്ട് യോസോയ്ക്ക് അവന്റെ അച്ഛന്റെ ഫേസ് ഓർമ്മ വരുത്തില്ല. ഈ സമരത്തെ കുറിച്ച് അറിഞ്ഞ യോസോയുടെ അച്ഛൻ അവനെ അവരുടെ ലക്ഷറി അപ്പാർട്ട്മെന്റിൽ നിന്ന് ഇറക്കി വിടും. എന്നിട്ട് അവന്റെ പോക്കറ്റ് മണി 60,000 യെന്നിലോട്ട് കുറയ്ക്കും. സാധാരണ ഒരാൾക്ക് ആ 60,000 യെന്ന് വലിയ കാര്യമാണ്. ബട്ട് യോസോയെ പോലെ ലക്ഷറി ജീവിച്ച ഒരാൾക്ക് ആ 60,000 യെന്ന് ഒരിക്കലും തികയത്തില്ല. ഈ കാര്യമൊക്കെ അവന്റെ ബെസ്റ്റ് ഫ്രണ്ടായ ഹറൂക്കിയോട് സംസാരിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ യോസോന്റെ ഒരു വൃത്തിയായിട്ട് സ്വഭാവം അറിയും. യോസോ അവന്റെ ഫേക്ക് പേഴ്സണാലിറ്റി യൂസ് ചെയ്ത് സ്ത്രീകളെ മയക്കി അവരുമായിട്ട് ഫിസിക്കലി ഏർപ്പെടും. ആൻഡ് അത് മാത്രമല്ല, ഇവൻ അവന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആ സ്ത്രീകളുടെ എന്ന് പൈസയും വാങ്ങിക്കുമായിരുന്നു. അതിലൊരു പെൺകുട്ടിയായിരുന്നു അവൻ പ്ലഷർ ഹൗസ് വെച്ച് കണ്ട ഒരു പെൺകുട്ടി. ആദ്യമൊക്കെ അവൻ അവളുടെ കൂടെ ഫിസിക്കലി ഏർപ്പെടും. പിന്നെ അവൻ അവളുടെ കൂടെ സൂസൈഡ് ചെയ്യാൻ തീരുമാനിക്കും. ബിക്കോസ് ഇപ്പോൾ അവന് പഴയതുപോലെ സ്കൂളിൽ മാർക്കൊന്നും കിട്ടുന്നില്ലായിരുന്നു. മാത്രമല്ല അവന്റെ പൈസ ഫുള്ളും പ്ലഷർ ഹൗസ് യൂസ് ചെയ്യുന്നറിഞ്ഞ് അവന്റെ അച്ഛൻ ആപ്പാട് അയക്കുന്ന 60,000 യെന്നും കട്ട് ചെയ്യും. ആൻഡ് ആ പെൺകുട്ടിയുടെ അവസ്ഥയും ഏകദേശം ഇതേപോലൊക്കെ തന്നെ ആയിരുന്നു. സോ അവർ രണ്ടുപേരും കൂടെ ഒരു കടലിൽ പോയി ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കും. ബട്ട് ആ സമയത്ത് ആൾക്കാർ അവരെ രണ്ടുപേരും രക്ഷിക്കാൻ ശ്രമിക്കും. ആൻഡ് സക്സസ്ഫുള്ളി യോസുവിനെ രക്ഷിക്കും. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ആ പെൺകുട്ടി മരിക്കും. യോസു ആലോചിക്കും എന്തുകൊണ്ട് അവനും ആ പെൺകുട്ടിയുടെ കൂടെ മരിച്ചില്ലെന്ന്. ഇതെല്ലാം കഴിഞ്ഞിട്ട് പോലീസുകാർ അവനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇടും. ബിക്കോസ് അവൻ കാരണം ഒരു ജീവനാണ് നഷ്ടപ്പെട്ടത്. പക്ഷേ യോസുവിന്റെ അച്ഛൻ ആ പെൺകുട്ടിയുടെ ഫാമിലിക്ക് കുറച്ച് പൈസ കൊടുത്ത് ഇതെല്ലാം ഒതുക്കി തീർക്കും. ബിക്കോസ് യോസു ഇങ്ങനെ ജയിലിൽ കിടക്കുന്നത് അവരുടെ ഫാമിലി റെപ്യൂട്ടേഷൻ നശിപ്പിക്കുമായിരുന്നു. ജോലി നിറങ്ങി കഴിഞ്ഞിട്ട് യോസു നേരെ ഹറൂക്കിയുടെ വീട്ടിൽ താമസിക്കാൻ പോകും. ബട്ട് ഹറൂക്കിയുടെ പേരൻസിന് അത് ഇഷ്ടപ്പെട്ടില്ല. ബിക്കോസ് യോസുവിന്റെ കേസിൽ പോലീസുകാർ ഹറൂക്കിയുടെ വീട്ടിൽ വന്ന് ക്വസ്റ്റ്യൻ ചെയ്തായിരുന്നു. പക്ഷേ യോസു അവിടെ താമസിക്കുന്നത് അവന് വലിയൊരു ഗുണമായിട്ട് മാറി. ബിക്കോസ് അപ്പോഴാണ് അവൻ മനസ്സിലാക്കിയത് ഹറൂക്കി ഒരു മാങ്ക ആർട്ടിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുമെന്ന്. സോ ഇത് കണ്ടിട്ട് യോസുവും തീരുമാനിക്കും അവനും ഒരു മാങ്ക ആർട്ടിസ്റ്റ് ആവുമെന്ന്. ഇത് കണ്ടിട്ട് യോസു ഹറൂക്കിയുടെ എഡിറ്ററായ ഷിസൂക്കോ എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ നമ്പർ വാങ്ങിക്കും. സോ നിങ്ങൾക്ക് അറിയായിരിക്കും ഇനി അവൻ എന്തുവാ ചെയ്യാൻ പോകുന്നതെന്ന്. അവൻ്റെ ഫേക്ക് പേഴ്സണാലിറ്റി വെച്ച് ഷിസൂക്കോയെ മയക്കി അവളുടെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങും. മാത്രമല്ല ഷിസൂക്കോയുടെ വീട്ടിൽ അവളുടെ മോളും ഉണ്ടായിരുന്നു. ഷിസൂക്കോയുടെ ഹസ്ബൻഡിന് എന്തോ പറ്റിയെന്ന് ഇന്നത്തെ പറയുന്നില്ല. ബട്ട് ഷിസൂക്കോയുടെ ഹെൽപ്പ് കാരണം യോസോ ഒരു അത്യാവശ്യം ഫേമസ് ആയ റൈറ്ററായി മാറും. അത് കഴിഞ്ഞിട്ട് യോസോ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് വേറൊരു പെൺകുട്ടിയെ കാണും. ഈ പെൺകുട്ടിയെ യോസോയ്ക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അത് കാരണം യോസോ ഇടയ്ക്കിടയ്ക്ക് അവളെ കാണാനായിട്ട് അവൾ വർക്ക് ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റിൽ പോകും. അങ്ങനെ പതിയെ ഇവർ രണ്ടുപേരും പ്രണയത്തിലാവുകയും ചെയ്യും, കല്യാണം കഴിക്കുകയും ചെയ്യും. യോസോന്റെ ജീവിതം ഫൈനലി അവൻ വിചാരിച്ചോട് നടക്കുമായിരുന്നു. അവൻ ഇഷ്ടപ്പെട്ട ആളെ കല്യാണം കഴിക്കുകയും ചെയ്തു. ആൻഡ് അവന്റെ മാങ്കാസ് നല്ല രീതിക്ക് പെർഫോം ചെയ്യുകയും ചെയ്തു. പക്ഷെ ഇതൊന്നും പെർമനന്റ് അല്ലായിരുന്നു. ഒരു ദിവസം യോസോയും ഹറൂക്കിയും കൂടെ യോസോയുടെ വീട്ടിൽ ഇരുന്ന് നല്ല രീതിക്ക് വെള്ളം അടിക്കുമായിരുന്നു. അവർ രണ്ടുപേരും വീടിന്റെ അകത്തില്ലാത്ത സമയം നോക്കി യോസോയ്ക്ക് ഏറ്റവും വിശ്വാസമുള്ള അവന്റെ പുതിയ എഡിറ്റർ അവന്റെ ഭാര്യയെ റേപ്പ് ചെയ്യും. ഇത് മാത്രമല്ല, ഈ കാര്യം യോസോ മേളിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു. സോ ഇതൊക്കെ കണ്ടിട്ട് എന്തേലും റിയാക്ട് ചെയ്യുന്നതിന് പകരം യോസോ ഒന്നും ചെയ്യത്തില്ല.
ആൻഡ് ആ എഡിറ്റർ അവിടെ നിന്ന് ഓടിപ്പോവുകയും ചെയ്യും. അതിനുശേഷം യോസോ അവന്റെ ഭാര്യ അടുത്ത് പറയും ഈ കാര്യം നമുക്ക് പോലീസ് റിപ്പോർട്ട് ചെയ്യാമെന്ന്. പക്ഷെ അവന്റെ ഭാര്യ അതിന് സമ്മതിക്കത്തില്ല. ബിക്കോസ് അവൾക്ക് പേടിയായിരുന്നു ഈ കാര്യം പുറം ലോകം അറിഞ്ഞു കഴിഞ്ഞാൽ അവളുടെ പേരൻസിന്റെ റെപ്യൂട്ടേഷൻ അത് ബാധിക്കുമെന്ന്. ബട്ട് ഈ കാര്യം യോസോയെ ഹോണ്ട് ചെയ്യാൻ തുടങ്ങും. യോസോ വിചാരിക്കുന്നത് ഇതെല്ലാം അവന്റെ വൈഫിന്റെ അറിവോടെ തന്നെ സംഭവിച്ച കാര്യങ്ങളാണ്. ഈ സംഭവത്തിന് ശേഷം യോസോയ്ക്ക് മനുഷ്യരോടുള്ള വിശ്വാസം എല്ലാം പോയി തുടങ്ങും. ആൻഡ് പതിയെ യോസോയും അവന്റെ ഭാര്യയും തമ്മിൽ അകന്നു തുടങ്ങും. ബിക്കോസ് യോസോ വിചാരിക്കുന്നത് അവന്റെ ഭാര്യ അവനെ ചീറ്റ് ചെയ്യുവാണ്. യോസോ പഴയതിനെക്കാട്ടിലും കൂടുതൽ ഡിപ്രസ്ഡ് ആവും. അവന്റെ ഹെയർ എല്ലാം നരച്ചു തുടങ്ങും. അവന്റെ മുഖം ആകപ്പാടെ മാറിപ്പോവും. ഇപ്പൊ അവന്റെ മുഖം കണ്ട ഒരു ഇമോഷനും തോന്നിക്കത്തില്ല. ഇതെല്ലാം കണ്ടിട്ട് അവന്റെ ഭാര്യ ശരിക്കും പേടിക്കുന്നുണ്ട്. ആൻഡ് അത് കാരണം അവളുടെ മുടി ഫുള്ളും വെട്ടിക്കളഞ്ഞു. ആൻഡ് വെളി ഇറങ്ങുമ്പോൾ അവൾ മാസ്ക് ഇട്ടുകൊണ്ട് മാത്രമേ ഇറങ്ങത്തുള്ളായിരുന്നു. ബിക്കോസ് അവളുടെ ഫേസ് കണ്ട് ആരും മനസ്സിലാക്കല് അവൾ പെണ്ണാന്ന്. അങ്ങനെ മനസ്സിലാക്കിയാൽ വീണ്ടും അവളെ ആരെങ്കിലും ഉപദ്രവിക്കുമെന്ന് അവൾക്ക് പേടിയായിരുന്നു. ഈ യോസോയുടെ ഭാര്യ കുറെ വട്ടം അവൻ്റെ അടുത്ത് സോറി ചോദിക്കുന്നുണ്ട്, ഈവൻ ദോ അത് അവളുടെ തെറ്റല്ലെങ്കിലും. ബട്ട് യോസോ അവളെ കംപ്ലീറ്റ്ലി ഇഗ്നോർ ചെയ്യുമായിരുന്നു. മാത്രമല്ല യോസോയ്ക്ക് ദേഷ്യം ഒന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാതെ അവിടെയുള്ള സാധനം എല്ലാം തല്ലിപ്പൊട്ടിക്കുമായിരുന്നു. ആൻഡ് ഇതെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടി യോസോ ഡ്രഗ്സിനെ ഡിപ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. പക്ഷേ യോസോയുടെ ഭാര്യ അവൻ്റെ അടുത്ത് അവൾ പ്രഗ്നന്റ് ആയ കാര്യം പറഞ്ഞപ്പം അവൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് പറഞ്ഞു ആ കുഞ്ഞ് അവൻ്റെതല്ല, ആ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ. എന്നിട്ട് യോസോ അവന്റെ ഭാര്യയെ തെള്ളിയിട്ടിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഓടി. യോസോ ഇപ്പോൾ ആലോചിക്കുന്നത് അവന്റെ ഭാര്യ വേറെ ആളോട് ചേർന്ന് അവനെ വീണ്ടും ചീറ്റ് ചെയ്യുവാണെന്ന്. ആൻഡ് ഇതൊക്കെ ചിന്തിച്ച് യോസോ പഴയതിനെക്കാട്ടിനും കൂടുതൽ ഡ്രഗ്സ് യൂസ് ചെയ്യാൻ തുടങ്ങി. ആൻഡ് അത് കാരണം അവന്റെ ബ്രെയിൻ നേരെ അവന് വർക്ക് ചെയ്യുന്നവരും ഇല്ലായിരുന്നു. ഇതെല്ലാം അവന്റെ വർക്കിനെ റിലേഷൻഷിപ്പിനെ നല്ല രീതിക്ക് ബാധിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് പതിയെ അവന്റെ കയ്യിലുള്ള പൈസ എല്ലാം തീർന്നു തുടങ്ങി. ഇപ്പൊ യോസോയുടെ കയ്യിൽ ഡ്രഗ്സ് വാങ്ങിക്കാൻ പൈസ ഇല്ലായിരുന്നു. സോ അവൻ അവന്റെ ഭാര്യ എടുത്ത് പറഞ്ഞു എവിടുത്തേനും പൈസ ഒപ്പിച്ചുകൊണ്ട് വരാൻ. ബട്ട് അവന്റെ ഭാര്യയ്ക്ക് പൈസ ഒപ്പിക്കാൻ പറ്റിയില്ല. സോ അവൻ അവന്റെ ഭാര്യയെ ഒരാൾക്ക് ഒരു രാത്രിയത്തേക്ക് വിൽക്കും. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി അവൻ എത്ര വലിയ തെണ്ടിത്തറി കാണിച്ചു വെച്ചേക്കുന്നെന്ന്. സോ അവൻ ഓടിച്ചെന്ന് അയാളെ സ്റ്റോപ്പ് ചെയ്യും. ആൻഡ് അയാളുടെ പൈസ തിരിച്ചു കൊടുക്കും. അവൻ അവന്റെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യയെ സമാധാനിപ്പിക്കും. എന്നിട്ട് പറയും ഇനി മേലെ അവൻ ഡ്രഗ്സ് യൂസ് ചെയ്യത്തില്ല. ആൻഡ് ഇനി നമ്മുടെ ലൈഫ് നല്ല രീതിക്ക് പോകുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് യോസോ ഒരു ന്യൂസ് കേൾക്കും അവന്റെ അച്ഛൻ മരിച്ചു പോയെന്ന്. ആൻഡ് അത് കേട്ടിട്ട് അവന് ശരിക്കും സന്തോഷമാവും. ബിക്കോസ് ചെറുപ്പം തൊട്ട് അവനെ കൺട്രോൾ ചെയ്യുന്ന ആള് ഇപ്പൊ ഈ ലോകത്തില്ല. അത് മാത്രമല്ല അവന്റെ അച്ഛന്റെ പേരിലുള്ള സ്വത്തെല്ലാം ഇപ്പൊ അവന്റെ പേരിലോട്ട് മാറാൻ പോവായിരുന്നു. ആൻഡ് എല്ലാം ഓക്കെ എന്ന് വിചാരിച്ച യോസോയ്ക്ക് ഇപ്പൊ അവന്റെ അച്ഛനെ ഒരു എലൂഷൻ പോലെ കാണാൻ പറ്റും. ആൻഡ് ആ എലൂഷൻ യോസോയോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതെല്ലാം കണ്ട് പേടിച്ച് യോസോ അവന്റെ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങി ഓടും. എന്നിട്ട് യോസോയ്ക്ക് വളരെ സ്കേറി ആയിട്ടുള്ള എലൂഷൻസ് ഒക്കെ വരുന്നുണ്ടായിരുന്നു. ലൈക്ക് അവനൊരു ബ്ലഡി റിവറിലോട്ട് നടന്നു പോകുന്ന കൂട്ടത്ത്. ആൻഡ് പതിയെ ഈ എലൂഷൻസ് എല്ലാം കൂടി. ആൻഡ് ഇതെല്ലാം കണ്ടിട്ട് യോസോയുടെ ഭാര്യ ഫൈനലി അവനെ ഡിവോഴ്സ് ചെയ്യും. ആൻഡ് അന്നായിരുന്നു യോസോയെ ആൾക്കാർ അവസാനമായിട്ട് കണ്ടത്. പിന്നെ യോസോ എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയത്തില്ല. ആൻഡ് അങ്ങനെ ആ ഡയറി അവിടെ തീരും. ബട്ട് ആ മാങ്ക ഇതുവരെയായിട്ടും തീർന്നിട്ടില്ലായിരുന്നു. സോ ഈ ഡയറി ഇത്ര നേരം വായിച്ചുകൊണ്ടിരുന്ന ഒസാമോറു ഫിറോ എന്ന് പറഞ്ഞ ആ മാങ്ക ആർട്ടിസ്റ്റ് മനസ്സിലായി ഈ ഡയറി പബ്ലിഷ് ചെയ്തേക്കുന്നത് യോസോയുടെ കൂട്ടുകാരനായിട്ടുള്ള ഹറൂക്കിയാണെന്ന്. ഹറൂക്കി ഇങ്ങനെയൊക്കെ ചെയ്തത് മിസ്സിംഗ് ആയ യോസോയെ കണ്ടുപിടിക്കാനായിട്ടായിരുന്നു. സോ ഇത് വായിച്ചു കഴിഞ്ഞിട്ട് ഫുറോ എന്ന് പറഞ്ഞ ആ മാങ്ക ആർട്ടിസ്റ്റും യോസോയെ കണ്ടുപിടിക്കാനായിട്ട് ഇറങ്ങും. അയാൾ യോസോ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന മാങ്ക കമ്പനിയിലോട്ടും പോകും. ആൻഡ് യോസോ നേരത്തെ ഡ്രിങ്ക് ചെയ്ത ബാറിലും പോകും. ബട്ട് അവിടെ ഒന്നും യോസോയെ കാണുന്നില്ലായിരുന്നു. പക്ഷെ തിരിച്ച് അവൻ വീട്ടിലോട്ട് വരുന്ന വഴിക്ക് യോസോയെ അവൻ കാണും. ആൻഡ് അവിടെ ഈ മാങ്ക തീരും. സോ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ സ്റ്റോറി ഇതിൻ്റെ ഓതറിൻ്റെ റിയൽ ലൈഫ് സ്റ്റോറിയാണ്. സോ ഞാൻ എന്തുകൊണ്ടാണ് ജുൻജിത്തോടെ സ്റ്റോറിക്ക് പകരം ഒസാമോറു ഫിറോയോടെ മാങ്ക എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്റ്റോറി ആയിരുന്നു ആ നോവലുമായിട്ട് കൂടുതൽ സിമിലാരിറ്റീസ് ഉള്ളത്. ബിക്കോസ് ഈ സ്റ്റോറി കാണിക്കുന്നുണ്ട് സൊസൈറ്റി നമ്മളെ എങ്ങനെയാണ് നമ്മളല്ലാത്ത ഒരാളാക്കി മാറ്റിയെടുക്കുന്നതെന്നും ആൻഡ് ബാക്കിയുള്ളവരിൽ നിന്നും ലോൺലി ആക്കുന്നതെന്നും. ഇപ്പം നിങ്ങൾ കേട്ട സ്റ്റോറിയെ പോലെ തന്നെ ഇതിൻ്റെ ഓതറായിട്ടുള്ള ദാസായി 1 അല്ല 2 അല്ല 5 വട്ടം സൂസൈഡിന് ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് ലാസ്റ്റ് കണ്ടുപോയിട്ടാണ് പുള്ളി ശരിക്കും അത് സക്സസ് ആയത്. ആൻഡ് നിങ്ങൾ മാങ്കയിൽ യോസോയോടെ ഒരു പെൺകുട്ടി പോയിട്ട് അവൾ മാത്രം മരിച്ചിട്ട് യോസോ രക്ഷപ്പെടുന്നത് നിങ്ങൾ കണ്ടായിരിക്കുമല്ലോ. അത് ആക്ച്വലി റിയൽ ഇൻസിഡന്റ് ആയിരുന്നു. ആ പെൺകുട്ടിയുടെ പേര് ഷിമിക്കോ തനാബെ എന്നായിരുന്നു. ആൻഡ് അവൾക്ക് വെറും 19 വയസ്സ് മാത്രമേ ഉള്ളായിരുന്നു. അവളും ദാസായും കൂടെ ഒരു വട്ടം ചെയ്യാൻ വേണ്ടി പോയിട്ട് നാട്ടുകാർ അവരെ കണ്ട് രക്ഷപ്പെടുത്താൻ നോക്കി. ബട്ട് അൺഫോർച്യുനേറ്റ്ലി ആ പെൺകുട്ടി അന്ന് മരിച്ചുപോയി. എൻ്റെ മാങ്ക കാണിച്ച പോലെ തന്നെ ദാസായി അന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ദാസായുടെ അച്ഛൻ ദാസായിക്ക് കുറച്ച് പൈസ കൊടുത്ത് ഷിമിക്കോടെ കേസ് ചെയ്ത് അവനെ രക്ഷപ്പെടുത്തുന്നുണ്ട്. ആൻഡ് പിന്നീട് അവൻ ഇഷ്ടപ്പെട്ടൊരു പെൺകുട്ടിയായിട്ട് അവൻ്റെ മാരേജ് നടത്തുന്നുമുണ്ട്. പക്ഷെ ദാസായുടെ ഭാര്യ ദാസായുടെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ദാസായെ ചീറ്റ് ചെയ്യും. ആൻഡ് അത് കണ്ട് ദാസായി വീണ്ടും കുറെ സ്ലീപ്പിംഗ് പിൽസ് എല്ലാം കഴിച്ച് നോക്കും. ബട്ട് അതും ഫെയിൽ ആവും. ആൻഡ് പിന്നീട് അവർ രണ്ടുപേരുടെ ഡിവോഴ്സ് ചെയ്യുകയും ചെയ്തു. ആൻഡ് ഇവിടെ വെച്ചാണ് മാങ്കയുടെ സ്റ്റോറി തീരുന്നതെങ്കിലും ദാസായുടെ സ്റ്റോറി ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് ദാസായി വേറെ കുറെ പെൺകുട്ടികളായിട്ട് കാണുന്നുമുണ്ട്. ആൻഡ് അവരുമായിട്ട് കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നുണ്ട്. ബട്ട് അതിൽ നിന്നെല്ലാം എസ്കേപ്പ് ആയി ദാസായി അവരെ പഠിച്ചിട്ട് പോകും. ആൻഡ് ലാസ്റ്റ് ആയിട്ട് അവൻ കാണുന്ന ഒരു പെൺകുട്ടിയായിരുന്നു തോമി യമസാക്കി എന്ന് പറഞ്ഞ പെൺകുട്ടി. അവളുടെ ഭർത്താവ് World War II മരിച്ചു പോയേക്കുമായിരുന്നു. സോ അത് കാരണം അവൾ നല്ല ഡിപ്രസ്ഡ് ആയിരുന്നു. ആൻഡ് ദാസായി നല്ല രീതിക്ക് ഡിപ്രസ്ഡ് ആയിരുന്നു. സോ ഇവർ രണ്ടുപേരും പ്ലാൻ ചെയ്ത് ചെയ്യാൻ വേണ്ടി പോകും. ജൂൺ 30, 1948 അവർ രണ്ടുപേരും കൂടെ ടോക്കിയോടെ ഒരു കനാലിൽ ചാടും. ആൻഡ് അത് കഴിഞ്ഞ് 6 ദിവസം കഴിഞ്ഞിട്ട് പോലീസ് അവരുടെ ബോഡി കണ്ടുപിടിക്കും. ആൻഡ് അന്ന് ദാസായുടെ 39ാമത്തെ ബർത്ത്ഡേ ആയിരുന്നു. സോ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ആൻഡ് ഐ ഹോപ്പ് യു എൻജോയ്ഡ് ഇറ്റ്. ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതേപോലത്തെ വീഡിയോ വേണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് താങ്ക് യു ഫോർ 100 സബ്സ്ക്രൈബർ.
ഇത് വലിയ കാര്യമല്ലെന്ന് അറിയാം, ബട്ട് എനിക്ക് ഒരു വലിയ കാര്യമാണ്. സോ താങ്ക് യു സോ മച്ച്. ആൻഡ് ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്ത് 1K അടിക്കാനാണ് എൻ്റെ ഗോള്. സോ ബൈ.